പലസ്തീനിലെ പള്ളികളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ റദ്ദാക്കി ആയിരങ്ങൾ എത്താറുള്ള ബത്ലഹേമിലെ പള്ളി നിശ്ചലമായി. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മരിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രേതനഗരത്തിന് സമാനമായി യേശുക്രിസ്തുവിൻ്റെ ജന്മദേശമായ ബത്ലഹേം. അലങ്കാര വിളക്കുകളോ ക്രിസ്മസ് ട്രീയോ ഇല്ലാതെ നിശ്ചലമാണ് നഗരം. പലസ്തീനികൾക്കെതിരെ ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതാക്രമണം തുടരുന്നിടത്തോളം കാലം ആഘോഷങ്ങൾ പാടില്ലെന്നാണ് ബത്ലഹേമിലെ സഭാതലവന്മാർ പ്രഖ്യാപിച്ചത്. ക്രിസ്മസ് ദിനം സന്നദ്ധ സേവനങ്ങളും പ്രാർത്ഥനകളും മാത്രമായി പരിമിതപ്പെടുത്തി. ബത്ലഹേമിലെ മതസ്ഥാപന മേധാവികൾ പോലും ഈ വർഷത്തെ ആഘോഷങ്ങൾ റദ്ദാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഗാസയിൽ ജനങ്ങൾക്കെതിരെ വംശഹത്യ നടക്കുമ്പോൾ ആഘോഷിക്കുന്നത് അസാധ്യമാണെന്ന് പ്രദേശവാസികളും പറയുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് പലസ്തീനിൽ താമസിക്കുന്ന കുട്ടികളുടെ വേദനാജനകമായ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കണമെന്നാണ് ബത്ലഹേമിലെ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ തീരുമാനം. അതുകൊണ്ടാണ് ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യത്തിൻ്റെ സന്ദേശമെന്ന നിലയിൽ പ്രതീകാത്മക ശിശുവായ യേശുവിനെ അവശിഷ്ടങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും പുൽത്തൊട്ടിയിൽ ഒരുക്കിയത്. ജെറുസലേമിനെ കുറിച്ചായിരുന്നു ഇത്തവണ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശവും. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങിമരിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അതേസമയം പലസ്തീനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ്. മധ്യഗാസയിലെ മഗസി അഭയാർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിലെ അൽ അമാൻ ആശുപത്രിയിൽ 13 വയസ്സുള്ള കുട്ടി ഇസ്രായേൽ ഡ്രോണാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 166 പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ആകെ മരണസംഖ്യ 2424 ഉയർന്നു. ഗാസയിൽ 2.3 മില്യൺ ജനങ്ങളിൽ ഏതാണ്ട് എല്ലാവരും പലായനം ചെയ്യപ്പെട്ടു. ഇസ്രായേലുമായുള്ള മൊറോക്കോയുടെ ബന്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ മൊറോക്കോയിലെ റാബത്തയിൽ മാർച്ച് നടത്തി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്നാരോപിച്ച് ബ്രാൻഡുകൾ ബഹിഷ്കരിക്കാനും പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തു. ഇടതുപക്ഷ ഗ്രൂപ്പുകളും അൽ അദൽ വൽ ഇഹ്സാൻ അസോസിയേഷനും ചേർന്നാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.